നമസ്കാരം. സാമ്പത്തികമായി തകർന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ കൈനീട്ടുന്ന പാകിസ്ഥാൻ തങ്ങളുടെ ഗതികേട് ഒടുവിൽ പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ പോയി കടം ചോദിക്കുന്നത് ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കുന്നതാണെന്നും ലോകത്തിനു മുന്നിൽ തലകുലിക്കേണ്ടി വരുന്നത് നാണക്കേടാണെന്നും പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് തുറന്നു പറഞ്ഞു. എന്നാൽ ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യക്കെതിരെയുള്ള ഭീകരവാദ അജണ്ടകൾ പാകിസ്ഥാൻ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്ന പുതിയ വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. കാശ്മീരി സാമൂഹിക പ്രവർത്തകനും ഭീകരവാദ വിരുദ്ധ പോരാളികൾക്കും എതിരെ പാക് പിന്തുണയുള്ള ഭീകരവാദ സംഘടനകൾ വധഭീഷണി മുഴക്കിയിരുന്നു. യൂറോപ്യൻ ഫൗണ്ടേഷൻ ഫോർ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് ഡയറക്ടറും പ്രമുഖ ഭീകരവാദ വിരുദ്ധ വിദഗ്ധനും ജുനൈദ് ഖുറേഷിക്കെതിരെയാണ് ലഷ്കർ ഇ തായ്ബയുടെ ബിനാമി സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫണ്ട് വധഭീഷണി മുഴക്കിയത്. കാശ്മീർ ഐക്യദാർഢ്യ ദിനം ആഘോഷിക്കാനിരിക്കെയാണ് ഈ നീക്കം. കാശ്മീരിലെ യഥാർത്ഥ സാഹചര്യം അന്താരാഷ്ട്ര വേദികളിൽ തുറന്നു കാട്ടുന്നവരെ നിശബ്ദനാക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമമാണിത് വ്യക്തമാക്കുന്നത്. ഈ ഭീഷണിയുടെ പിന്നിൽ പാകിസ്ഥാനിലെ റായ്വാർപിണ്ടി ആസ്ഥാനമായുള്ള ഭീകര ഹാൻഡിൽമാരാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. 2008 മുതൽ പാകിസ്ഥാന്റെ സാമ്പത്തിക നില അസ്ഥിരമായി തുടരുകയാണ്. 2021 പണപ്പെരുപ്പം കൂടുകയും രാജ്യം വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. നിലവിൽ രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരം ഏകദേശം ഇരട്ടിയായിട്ടുണ്ടെങ്കിലും അതിൽ സുഹൃത്ത് രാജ്യങ്ങളിൽ നിന്നും കടം ഉൾപ്പെടുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നിലവിൽ കൊടുത്തു തീർക്കാനുള്ള കടം സംബന്ധിച്ച് അന്താരാഷ്ട്ര നാണയനിധിയുമായി പാകിസ്ഥാൻ ചർച്ച നടത്തി വരികയാണ്. വായ്പാ പദ്ധതികളുടെയും കാലാവസ്ഥാ ധനസഹായത്തിന്റെയും ഭാഗമായി പാകിസ്ഥാന് അടുത്തിടെ $1.2 മില്യൺ IMF-ൽ നിന്ന് ലഭിച്ചിരുന്നു. പഴയ കടങ്ങൾ വീട്ടുന്നതിനും വിദേശ നാണ്യ ശേഖരം മെച്ചപ്പെടുത്തുന്നതിനും ഈ തുക സഹായകരമായിട്ടുണ്ട്. മറുവശത്ത് പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയുടെ ചരിത്രം ഷെഹ്ബാസ് ഷെരീഫ് തന്നെ കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദിൽ വെളിപ്പെടുത്തിയിരുന്നു. ഞാനും കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ ആസിം മുനീറും ലോകമെമ്പാടും ഭിക്ഷയാചിച്ച് നടക്കുകയാണ്. കടം ചോദിക്കുമ്പോൾ നമ്മുടെ തല താഴുന്നു. വായ്പ നൽകുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പോലും ആവാത്ത അവസ്ഥയാണ് എന്നാണ് ഷെരീഫ് പറഞ്ഞത്. സൗദി അറേബ്യ, UAE, ഖത്തർ, ചൈന എന്നീ രാജ്യങ്ങളുടെ കാരുണ്യത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ശ്വസിക്കുന്നത് എന്നാണ് പരിഹാസമുയരുന്നത്. ഭീകരതയെ പോറ്റി വളർത്താൻ ഉപയോഗിക്കുന്ന പണം സ്വന്തം ജനതയുടെ പട്ടിണി മാറ്റാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ ഗതി പാകിസ്ഥാന് വരില്ലായിരുന്നുവെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വികസന കുതിപ്പിന് മുന്നിൽ പതറുന്ന പാകിസ്ഥാന് ഭീകരവാദത്തെ ആയുധമാക്കുമ്പോഴും സ്വന്തം ആത്മാഭിമാനം ലോകത്തിനു മുന്നിൽ പണയപ്പെടുത്തുന്ന കാഴ്ചയാണ് ദൃശ്യമാകുന്നത്. IMF നിബന്ധനകൾക്കും വിദേശ കടങ്ങൾക്കും മുന്നിൽ മുട്ടുകുത്തിയ ഒരു രാഷ്ട്രമായി പാകിസ്ഥാൻ മാറുമ്പോൾ സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയോടെ ഭാരതം ലോകശക്തിയായി മുന്നേറുകയാണ്. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.